രണ്ട് ഹൈ പവർ സർട്ടനിറ്റി, നിങ്ങൾ നിങ്ങളുടെ കോമ്പറ്റീറ്ററുമായിട്ടാണെങ്കിൽ ഹൈ പവറുള്ള സർട്ടനിറ്റി ആയിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ എത്തിക്കലായിട്ട് ആക്ട് ചെയ്യുന്ന ആളാണെങ്കിൽ ആരാണ് ജയിക്കാൻ പോകുന്നത്? അപ്പോൾ എവിടെയാണ് നിങ്ങളുടെ സർട്ടനിറ്റി ഇരിക്കുന്നത്? നിങ്ങളുടെ സർട്ടനിറ്റി ഇരിക്കുന്നത്, ഉറപ്പിരിക്കുന്നത് ബോഡിയിലാണ്. ഒരു സ്ഥലം ബോഡിയാണ്. അപ്പോൾ ഒരു സ്ഥലം ബോഡിയാണെങ്കിൽ ബോഡിയിലാണ് പലപ്പോഴും നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ഇക്കരയിൽ നിന്ന് അക്കരയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ബ്രിഡ്ജ് വേണം, അല്ലേ? ഇക്കരയിൽ നിന്ന് അക്കരയിലേക്ക് പോകണ ബ്രിഡ്ജ് വേണം. ഏറ്റവും ബിഗസ്റ്റ് ആയിട്ടുള്ള ഇല്ലാത്ത ബ്രിഡ്ജ് ഏതാണെന്നറിയോ? ഇത് ഭയങ്കര സർപ്രൈസിങ് ആയിരിക്കും, എസ്പെഷ്യലി ഞാനിത് പറയും. കാരണം വേറെ ആൾക്കാർ ഒരാളും പറയുന്നൊരു ഏരിയ അല്ല ഇത്. ആരും ഇതിനെക്കുറിച്ച് സംസാരിക്കാറില്ല പൊതുവേ. ഏറ്റവും ബിഗസ്റ്റ് ആയിട്ടുള്ള ബ്രോക്കൺ ആയിട്ടുള്ള ബ്രിഡ്ജ് ഏതാണെന്നറിയോ? ഗ്രേറ്റ് ജോബ്. ബോഡിയാണ് ഏറ്റവും ബിഗസ്റ്റ് ആയിട്ടുള്ള മിസ് ചെയ്തേക്കുന്ന ബ്രിഡ്ജ്. ബോഡിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഓവർവെൽം എന്ന് പറഞ്ഞേക്കുന്ന ഒരു ഫീലിംഗ്, ഓവർവെൽം എന്ന് പറഞ്ഞേക്കുന്ന ഫീലിംഗ് ബേസിക്കലി എന്താണ്? ബോഡിയാണ് ഫീൽ ചെയ്യുന്നത്. ഡിപ്രഷൻ എന്ന് പറഞ്ഞ സാധനം എവിടെയാണ്? മൈൻഡിലാണെന്ന് നമുക്ക് പറയാം. പക്ഷേ റിയാലിറ്റിയിൽ ഡിപ്രഷൻ എവിടെയാണ്? കെമിക്കൽ റിയാക്ഷൻ ആണ് ബോഡിയിൽ. ആൻസൈറ്റി എന്താണ്? കെമിക്കൽ റിയാക്ഷൻ ആണ് ബോഡിയിൽ. ബോഡിയാണ് മിസ് ചെയ്തേക്കുന്ന ബ്രിഡ്ജ്. അപ്പം നിങ്ങളുടെ മിസ് ചെയ്തേക്കുന്ന ഒരു ബ്രിഡ്ജ് ബോഡിയാണ്. അപ്പോൾ ആ ബോഡിയിൽ നമ്മളിന്ന് വർക്ക് ചെയ്യുന്നുണ്ടാവും. എന്തിനു വേണ്ടി? ബോഡിയിൽ സർട്ടനിറ്റി ഉണ്ടാക്കാൻ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില സിറ്റുവേഷനിൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ വളരെ ഹൈ പ്രഷറുള്ള സിറ്റുവേഷനിൽ നിങ്ങളുടെ ബോഡിയിലാണ് ആദ്യം ഫീൽ ചെയ്യുന്നത്. വയറിൽ ഫീൽ ചെയ്യും, ശരിയല്ല അല്ലേ? രണ്ടാമതിരിക്കുന്നത് നിങ്ങളുടെ മൈൻഡിലാണ്. കാരണം നിങ്ങളുടെയും എൻ്റെയും കളക്റ്റീവിൻ്റെ മൈൻഡ് കണ്ടീഷൻഡ് ആയക്കുമാണ്. ഇപ്പം എങ്ങനെ പോകുന്നു അങ്ങനെ പോയാൽ മതി, മുന്നോട്ട് പോകണ്ട, ഇതിൽ നിന്ന് ഒരു വ്യത്യാസവും നമുക്ക് ആവശ്യമില്ല. ഇപ്പം എങ്ങനെ പോകുന്നു അതുപോലെ അങ്ങ് പൊക്കോട്ടെ, ഒരു കുഴപ്പമില്ല. നമ്മൾ പറയും എനിക്ക് സ്വപ്നമുണ്ട്, പക്ഷേ മൈൻഡ് പറയുന്നത് അങ്ങനെ പോയാൽ മതിയല്ലോ. രാവിലെ എഴുന്നേക്കാൻ പറയുമോ? എന്ന് രാവിലെ എഴുന്നേക്കണം, നാളെ എഴുന്നേക്കാം. എക്സസൈസ് ചെയ്യണം. എക്സസൈസ് ഭയങ്കര പെയിൻഫുള്ളാണ്, എക്സസൈസ് ഒന്നും ചെയ്യണമെന്നില്ല. ക്ലിയർ ആണോ? മൈൻഡിലും ഇരിക്കുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചോളം ഒരു ഹ്യൂമൻ എന്ന രീതിയിൽ നിങ്ങളവിടെ വന്നപ്പം ഒരു സോളിനൊരു ഡയറക്ഷനുമായിട്ടാണ് വന്നേക്കുന്നത്. ഇങ്ങനെ ആരോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഒരു ഡയറക്ഷനുണ്ട്. പേരൻറ്റിങ് വഴിയും കൾച്ചർ വഴിയും എക്സ്പീരിയൻസ് വഴിയും നമ്മുടെ ഈ ഡയറക്ഷൻ തെറ്റിപ്പോയി. ക്ലിയർ ആണോ? അപ്പം നമ്മൾ ഡയറക്ഷൻ ഇല്ലാതിരിക്കുവാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ ബോഡിയിൽ എന്തില്ല? സർട്ടനിറ്റി ഇല്ല. നമ്മുടെ മൈൻഡിൽ സർട്ടനിറ്റി ഇല്ല. പ്രാധാന്യം എന്ന് വെച്ചാൽ ബോഡിയിലും മൈൻഡിലും ഹൈ ലെവൽ കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ സോളിൻ്റെ ഡയറക്ഷനിലേക്ക് നിങ്ങൾക്ക് നാച്ചുറലി പോകാൻ പറ്റും. അപ്പം നേച്ചർ ഫ്ലേവേഴ്സ്, ലക്ക് ഫേവർ ചെയ്യുന്ന ആരെയാണ് ഫേവർ ചെയ്യുന്ന ലക്ക്? സർട്ടൺ ബോഡിയിലും മൈൻഡിലും ഉറപ്പുള്ള ആൾക്കാരെ ലക്ക് ഫേവർ ചെയ്യും. ഞാനല്ല ഈ റൂൾ സെറ്റ് ചെയ്തേ. ഞാൻ സെറ്റ് ചെയ്താൽ ചിലപ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടായിട്ട് ചിലപ്പോൾ ചെയ്യുമായിരുന്നിരിക്കും. പക്ഷേ ലക്ക് ഫേവർ ചെയ്യുന്ന ആരെയാണ്? ലക്ക് ഫേവർ ദ സർട്ടൺ, ഉറപ്പുള്ളവരെയാണ് ലക്ക് ഫേവർ ചെയ്യുന്നത്. റിച്ചാർഡ് ബ്രാൻസൺ ബേസിക്കലി വെർജിൻ എയർലൈൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട്, ഒരു ബില്യനെയറാണ്. വെർജിൻ എയർലൈൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട് പുള്ളിക്കാരനെ പയ്യെ ബാങ്ക്രപ്റ്റ് ആകാൻ പോവുകയാണ്. മൺഡേ ബാങ്ക്രപ്റ്റ് ആവും, മൺഡേ തീരുവാണ് പരിപാടി. പുള്ളി പല ആൾക്കാർക്ക് ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തു, പലയിടത്തും ലോൺ അപ്ലൈ ചെയ്തിട്ട് ലോൺ കിട്ടിയില്ല. അപ്പോൾ ലോൺ കിട്ടാത്തതുകൊണ്ട് പുള്ളി ആരോടൊക്കെ പറഞ്ഞ് പുള്ളി മൺഡേയിൽ ബാങ്ക്രപ്റ്റ് ആകുന്നതിന് മുമ്പ് വീക്കെൻഡിൽ പുള്ളി ഒരാളെ അറേഞ്ച് ചെയ്ത് പുള്ളിയുടെ പ്ലെയിനിൻ്റെ പൈസ കൊടുത്തു. പിൽക്കാലത്ത് ബില്യനെയറായി മാറി. ലക്കാണോ? അല്ല, സർട്ടനിറ്റിയാണ്. എവിടെ നിന്നാണ് വന്നത്? ക്ലാരിറ്റി ഓഫ് സോളിൽ നിന്നാണ്. ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മെൻ്റൽ ക്ലാരിറ്റിയും ഫിസിക്കൽ ക്ലാരിറ്റിയും അല്ല, ഒരു സോളിൻ്റെ ക്ലാരിറ്റിയാണ്. അതിനാണ് പർപ്പസ് എന്ന് വേറെ ആൾക്കാർ പറയുന്നത്. സോളിൻ്റെ ക്ലാരിറ്റിയാണ്. എനിക്ക് ഇങ്ങനെയാണ്, ഇന്ന ഡയറക്ഷനിലാണ് പോകേണ്ടത്, ഇതെൻ്റെ മിഷനാണെന്ന്. വേറെ എക്സ്ട്രീം എക്സാമ്പിൾ പറയാം. ഇലൻ മസ്ക് ബാങ്ക്രപ്സിയിലേക്ക് പോകാൻ പോകുമായിരുന്നു 2007-2008. 2-2.5 മാസത്തിനുള്ള പൈസ അവിടെ പുള്ളിയുടെ കയ്യിലുള്ളൂ. ടെസ്ലയുമായിട്ട് $100 million ഉണ്ടാക്കി, 1000 കോടി രൂപയുടെ ഒരു ബിസിനസ് ഉണ്ടാക്കി. 1000 കോടി രൂപ പുള്ളി സ്വന്തമായിട്ട് ഉണ്ടാക്കി, ക്യാഷായിട്ട് ഉണ്ടാക്കി. പുള്ളി പേയ്പാൽ എന്ന് പറഞ്ഞ കമ്പനിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആരാ പേയ്പാൽ എന്ന് കേട്ടിട്ടുള്ള ആൾക്കാർ? പേയ്പാൽ എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് എക്സിറ്റ് ചെയ്തു. പുള്ളിക്കാരൻ ടെസ്ലയിലും സ്പേസ് എക്സിലും പൈസ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ബാങ്ക്രപ്റ്റ് ആകാൻ പോവാണ്. 2.5 മാസമേ ഉള്ളൂ. 2.5 മാസം ഈ ഇരിക്കുന്ന സമയത്ത് ഇതിനു മുമ്പ് പുള്ളി ഒരു റോക്കറ്റ് വിട്ട്, ഒരു റോക്കറ്റ് കത്തിപ്പോയി. ഒരു റോക്കറ്റ് എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി $100 million. ഓക്കെ, 1000 കോടി രൂപ ഒരു റോക്കറ്റ്. ഒരെണ്ണം പോയി, 2 പോയി, 3ാമത്തോടെ പോയാൽ പുള്ളി തീർന്നു. ഓക്കെ, 3ാമത്തെ റോക്കറ്റ് മുകളിലോട്ട് പോയി. സ്പേസ് എക്സ് രക്ഷപ്പെട്ടു. ടെസ്ലയ്ക്ക് ഫസ്റ്റ് മോഡൽ ഉണ്ടായി. എന്താണ് സംഭവിച്ചത്? സർട്ടനിറ്റിയാണ്, സോളിൻ്റെ ഡയറക്ഷനാണ്. ഇയാൾ ആരാന്നറിയോ? തലമുടിയില്ലാത്ത ആള്, വിൻസ്റ്റൺ ചർച്ചിൽ.
വളരെ റേസിസ്റ്റ് ആണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കരുതെന്ന് പറഞ്ഞിരുന്ന മനുഷ്യനാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കരുത്, ഞാൻ വന്ന ഇവന്മാർക്ക് മണ്ടന്മാർക്കൊന്നും സ്വാതന്ത്ര്യം കൊടുക്കില്ലെന്ന് പുള്ളി പറഞ്ഞത്. ആ മനുഷ്യൻ അബ്സല്യൂട്ട് ആയിട്ടുള്ള സർട്ടനിറ്റി ഉപയോഗിച്ച് വേറൊരു സർട്ടനിറ്റി ഉള്ള മനുഷ്യനുമായിട്ട് ഫൈറ്റ് ചെയ്തു. ആരാ മറ്റേ സർട്ടനിറ്റി? ആളുടെ പേരെന്നാ? ഹിറ്റ്ലർ എന്നാണ്. ഓക്കെ, ഇയാൾക്ക് സർട്ടനിറ്റി കുറവുണ്ടോ? ഒട്ടും കുറവില്ല. ഇയാൾ ഒറ്റബുദ്ധിയാണോ? ഒറ്റബുദ്ധിയാണ്. ഇയാൾ റേസിസ്റ്റ് ആണോ? റേസിസ്റ്റ് ആണ്. ഇന്ത്യക്കാരോട് താല്പര്യം ഉണ്ടായിരുന്നില്ല, പുള്ളി എക്സ്ട്രീം ആയിട്ടുള്ള ആളായിരുന്നു. നല്ല ക്യാരക്ടറോ അതൊന്നും അല്ല ക്വസ്റ്റ്യൻ ഇവിടെ. ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇവർ തമ്മിലുള്ള ഫൈറ്റിൽ ഇയാളാണ് വിൻ ചെയ്തത്. ഒരു പക്ഷേ ഇയാൾക്ക് കുറച്ചുകൂടെ ഹയർ സർട്ടനിറ്റി ഉണ്ടായിരുന്നു, പക്ഷേ ഇയാളുടെ സോളിൻ്റെ ഡയറക്ഷൻ കറക്റ്റ് ആയിരുന്നു. ക്ലിയർ ആണോ? അപ്പോൾ രണ്ട് ഹൈ പവർ സർട്ടനിറ്റി, നിങ്ങൾ നിങ്ങളുടെ കോമ്പറ്റീറ്ററുമായിട്ടാണെങ്കിൽ ഹൈ പവറുള്ള സർട്ടനിറ്റി ആയിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ എത്തിക്കലായിട്ട് ആക്ട് ചെയ്യുന്ന ആളാണെങ്കിൽ ആരാണ് ജയിക്കാൻ പോകുന്നത്? ഞാനാണ് ജയിക്കാൻ പോകുന്നത്, നിങ്ങളാണ് ജയിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താ സംഭവിച്ചാൽ സർട്ടനിറ്റി തമ്മിലുള്ള ഫൈറ്റാണ് ബേസിക്കലി ലൈഫ് തന്നെ. നിങ്ങൾക്കൊരു ഉറപ്പുണ്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് ആൾക്കാർ വാങ്ങണമെന്ന്. അവർക്കൊരു ഉറപ്പുണ്ട്. എന്താണ് അവരുടെ ഉറപ്പ്? നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങണ്ടെന്ന്. അതാണ് അവരുടെ ഉറപ്പ്. ആ ഉറപ്പിൽ നിന്ന് മാറ്റി നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങൂ എന്നുള്ള ഉറപ്പിലേക്ക് മാറ്റിയാൽ അതാണ് സെയിൽസ്. ഒരു പ്രോസ്പെക്ട് നിങ്ങളുടെ അടുത്തോട്ട് വരണമെന്നില്ല. എന്തിനാണ് ഞാൻ ഇയാളുടെ അടുത്ത് പോയി സാധനം ഈ പ്രൊഡക്റ്റ് മേടിക്കേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഞാൻ ഇയാളുടെ അടുത്ത് വെബ്സൈറ്റ് സൈനപ്പ് ചെയ്യേണ്ടത്, ഇയാളുടെ പ്രോസ്പെക്റ്റായി മാറേണ്ടത്, ഇയാളുടെ സാധനം മേടിക്കേണ്ടത് പ്രോസ്പെക്റ്റായി മാറേണ്ടതെന്ന് ആൾ ആലോചിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുവാണ്? നമ്മുടെ സർട്ടനിറ്റി വെച്ചിട്ട് നമ്മൾ മാർക്കറ്റിംഗ് കോപ്പി എഴുതുവാണ്. സർട്ടനിറ്റി വെച്ചിട്ട് നമ്മൾ യൂട്യൂബ് വീഡിയോ ഇടുവാണ്. സർട്ടനിറ്റി വെച്ച് നമ്മൾ സംസാരിക്കുകയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവർ പറയുകയാണ്, എന്നാൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. ക്ലിയർ ആണോ? അവിടെ സർട്ടനിറ്റിയാണ്. നിങ്ങളെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ ടീം പറയുമ്പോൾ ഇന്ന് ഉഴപ്പി, ഇന്ന് വർക്ക് ചെയ്യേണ്ട കാര്യമില്ല, ചുമ്മാ ഇങ്ങനെയൊക്കെ പോയാൽ മതിയല്ലോ, ചുമ്മാ ഇരുന്നാൽ മതി എന്ന് പറയും. നിങ്ങളുടെ സർട്ടനിറ്റി ഉപയോഗിച്ച് അവരെ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യണം. എന്ത്? പ്രൊഡക്റ്റീവ് ആകാനായിട്ട്. ആണോ? എല്ലാം സർട്ടനിറ്റിയാണ്. എല്ലാം കാണുന്നുണ്ടോ? അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ സർട്ടനിറ്റി, അപ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള ബോഡി ദ മിറക്കിൾ മെഷീൻ എഴുതി വയ്ക്കുക. ബോഡി ദ മിറക്കിൾ മെഷീൻ. ബോഡി എന്ന് പറഞ്ഞാൽ ഒരു മിറക്കിൾ മെഷീനാണ്, അത്ഭുതമായിട്ടൊരു മെഷീനാണ്. ഈ മെഷീനെ കുറിച്ച് അധികം ആരും തന്നെ പഠിപ്പിക്കുന്നില്ല, അധികം ആരും തന്നെ ചെയ്യുന്നില്ല. എല്ലാവരും മൈൻഡിലേക്കാണ് ഫോക്കസ് ചെയ്തേക്കുന്നത്. ലൈഫ് എന്ന് പറഞ്ഞ ലെവലിൽ, അതായത് ഗ്രീക്കുകാർ ട്രോയ് എന്ന് പറഞ്ഞേക്കുന്ന ഒരു സിറ്റിയെ ആക്രമിക്കുന്ന സമയത്ത് അവർ പരാജയപ്പെട്ടു പോവാണ്. പരാജയപ്പെട്ടു പോയി, രക്ഷയില്ല, ഇനി ജയിക്കാൻ രക്ഷയില്ലെന്ന് കാണുമ്പോൾ അവർ പറയുക, ഒരു പണി, ഞങ്ങളേതായാലും പരാജയപ്പെട്ടു പോയില്ലേ, ഇനി ഒരു രക്ഷയില്ല. അപ്പോൾ ഞാൻ ഒരു പണി ചെയ്യാം, ഞങ്ങളെ പരാജയപ്പെട്ടതിൻ്റെ പാർട്ടായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഒരു കുതിരേനെ നിങ്ങൾക്ക് തന്നേക്കാം, ഒരു വുഡൻ കുതിരേനെ ഞങ്ങൾക്ക് തന്നേക്കാം എന്ന് പറഞ്ഞിട്ട് ഈ കുതിരേനെ നിങ്ങൾ എടുത്തോ എന്ന് പറയുകയാണ്. അപ്പോൾ മറ്റവർ പറയുകയാണ്, ട്രോയിലെ ആൾക്കാർ പറയണം, ഓക്കെ കുതിരയല്ലേ, നമുക്ക് ഈ പറഞ്ഞ പോലെ പിള്ളേർക്ക് കളിക്കാൻ കൊടുക്കാം എന്ന് പറഞ്ഞ്, വലിയ കുതിരയല്ലേ, വലിയ പിള്ളേർക്ക് കളിക്കാൻ കൊടുക്കാം എന്ന് പറഞ്ഞ് അവർ ആ കുതിരേനെ എടുത്ത് അവരുടെ ഇതിനകത്ത് നമ്മുടെ കോട്ടയ്ക്ക് അകത്തോട്ട് കയറ്റി. അവരകത്ത് കയറി കഴിഞ്ഞപ്പം ഈ കുതിരയ്ക്കകത്ത് മുഴുവൻ പടയാളികൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അവർ രാത്രി പോയി ഫൈറ്റ് ചെയ്ത് ട്രോയിനെ ഫൈറ്റ് ചെയ്ത് ജയിച്ചു. ക്ലിയർ ആണോ? ജീവിതം ആകുന്ന ഈ ബ്യൂട്ടിഫുൾ ജേർണിയിൽ, ഈ പ്ലേയിൽ നിങ്ങൾ ചെയ്യുന്ന ട്രോയാണ് ബോഡിയിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്ന ട്രോജൻ ഹോഴ്സാണ്. ഇതിനാണ് ട്രോജൻ എന്ന് പറഞ്ഞേക്കുന്ന സിറ്റിയിലാണ്. ട്രോജൻ ഹോഴ്സാണ് എന്ത്? ബോഡിയിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നത്.